മച്ചന്മാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല, തട്ടിക്കുട്ട് വ്ളോഗ്സിന്റെ ഒരു തട്ടിക്കുട്ട് കിടിലൻ ചില്ലി പോർക്കാട്ടാ. അതായത് നമ്മുടെ ചില്ലി പോർക്കിന് ആവശ്യമായ പോർക്കിറച്ചി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കഴുകാണ്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാട്ടാ. ഇന്നിപ്പോ 3 കിലോ പോർക്കൊണ്ടുള്ള കലാപരിപാടി ആട്ടാ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്കിപ്പോൾ 2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പിട്ട് നമുക്ക് പുഴുങ്ങാട്ടാ. ഇനി നമുക്ക് നന്നായിട്ട് തിരുമ്പാട്ടാ. ഇനി പോർക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് നമുക്ക് അടുപ്പിലായിട്ട് അങ്ങോട്ട് വെക്കാട്ടാ. അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടാ. പോർക്കിനെ കിടന്ന് നന്നായിട്ട് തിളക്കിട്ടാ. പോർക്ക് ഇപ്പം ഏകദേശം വേവേണ്ട സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നൊന്ന് നോക്കിയാലാ. പോർക്കിറച്ചി വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു സൂത്രപ്പണി ഉണ്ട് കേട്ടാ. നമുക്ക് പച്ചരിക്കിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയാണ്ട് നോക്കിയാൽ മതി. ഉണ്ടാ സംഭവം നന്നായിട്ട് വെന്തുണ്ട് കേട്ടാ. പുഴുങ്ങി കോരി പോർക്കിറച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നുറുക്കാൻ നോക്കിയാലോ. നമുക്ക് ചില്ലി പോർക്കിന് ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. നമുക്കിനി ഇതിൽ മസാല ചേർക്കാം കേട്ടോ. ചില്ലി പോർക്ക് മേഘനിട്ട് വെക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചേരുവകളാണ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 50 ഗ്രാം മൈദ. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അവസാനമായിട്ട് കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കാം. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാട്ടാ. പോർക്കുമ്പോൾ നമ്മൾ മസാലയൊക്കെ പറ്റി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് സെറ്റ് ആവാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. പോർക്ക് വറുത്തെടുക്കാനായിട്ട് ഉരുളി വന്നിട്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ പോർക്കിറച്ചി കണ്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തുണ്ട്. നമുക്കത് വാരി കോരിയാണ് മാറ്റിയാണ് വെക്കാം. അതിന് ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിലാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചില്ലി പോർക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളെടുത്താണത് 1 കിലോ സവാളയും 4 ക്യാപ്സിക്കവും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊക്കെ അങ്ങോട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിട്ടതിന് ശേഷം ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വാടിയിട്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് സോയാ സോസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചില്ലി സോസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ടൊമാറ്റോ സോസും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കാണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച പോർക്ക് അങ്ങോട്ട് തട്ടാട്ടാ. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി പോർക്ക് അങ്ങനെ സെറ്റ് ആയിട്ടാ. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. നമ്മളപ്പോ ചില്ലി പോർക്കിന്റെ ഒപ്പം കഴിക്കാൻ പോകുന്നത് കുബൂസാണ് കേട്ടാ. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. പൊളി ടേസ്റ്റ് എല്ലാം പാകത്തിന്, എരിവും പുളിയും ഒക്കെ പാകത്തിനുണ്ട്. ഇടുക്കുന്ന സാധനം സൂപ്പറായിട്ടോ സംഭവം. എങ്ങനെയുണ്ടാ? ഒന്നും പറയാനില്ല, കിടിലൻ. നീ കഴിച്ചു നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പറ്റില്ല. സംഭവം അടിപൊളിയുണ്ട്, സൂപ്പറാണ്. അപ്പം മച്ചന്മാരെ, തട്ടിക്കുട്ട് വ്ളോഗ്സിന് ഇന്നത്തെ ചില്ലി പോർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.